പ്രാന്തന്റെ ബിസിനസ് വെഞ്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രാന്തൻ എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് പ്രാന്തൻ എന്നുള്ളത്. ഒരു 25 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന വിഷയമാണ് എന്താണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക, എന്തിനാണ് വേറൊരാളുടെ കീഴിൽ പണിയെടുക്കുക. അങ്ങനെയൊക്കെ വരുന്നത് റിയൽ ലൈഫിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പം അതൊക്കെ അതിജീവിച്ച് ഒരുപാട് കഷ്ടതകളൊക്കെ തരണം ചെയ്ത് ഒരു ബ്രാൻഡുമായിട്ട് നമ്മുടെ മുമ്പിലേക്കുന്ന ഒരാളെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പുലയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. NPR അതാണ് ബ്രാൻഡിന്റെ പേര്. അപ്പം ഒന്ന് പറയാമോ, എന്താണ് നിങ്ങളുടെ കൺസെപ്റ്റ്, എന്തായിരുന്നു? ചെന്നൈയിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടും അതേപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ ആയിരുന്നു NPR ലോഞ്ച് ചെയ്തിരുന്നത്. അന്ന് 2 ലിറ്ററിൻ്റെ റെസ്റ്റോറൻറ്റ് പാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഒരു കൺസ്യൂമർ പാക്ക് എന്നുള്ളിടത്തേക്ക് നമ്മളോട് മാർക്കറ്റ് ഇങ്ങോട്ട് ചോദിച്ചത്, കൺസ്യൂമർ പാക്ക് വേണം എന്നുള്ളിടത്ത്. നമ്മുടെ ഐഡിയയും ഒരു കൺസ്യൂമർ പാക്കിലേക്ക് മാറണം എന്നുള്ളതായിരുന്നു. പക്ഷേ B2Bയിൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് പാക്കുകളായിരുന്നു നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് വരേക്കുള്ള NPRയിലുള്ള മാറ്റങ്ങളും NPRയിൽ ഉണ്ടായി വന്ന ഇവോൾവിംഗ് ഒക്കെയാണ് എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഡ്രിങ്കാണ്. നമ്മുടെ ഒരു കേരളത്തിൽ നമ്മുടെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് ഇപ്പം കുറച്ചിടെയായിട്ട് നോമ്പ് കാലത്തോടൊക്കെ നമ്മുടെ വീടുകളിലും കടകളിലൊക്കെ വരുന്നൊരു സംഭവമാണ്. പക്ഷെ അതിനെ തന്നെ നമ്മുടെ റൂട്ടിൽ നിന്ന് തന്നെ ഒരു സാധനം എടുത്ത് അത് ഇന്ത്യയിലെ പല ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഐഡിയ, അത് എങ്ങനെയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഓഫീസിൽ എൻ്റെ ടീമിലുള്ള ആകെയുള്ള മലയാളി ഞാനായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവർ ബനാന ചിപ്സ് കൊണ്ടുവരാൻ പറയും, വേറെ സ്പെഷ്യലായിട്ടുള്ള എന്താണെന്നുള്ളത് കൊണ്ടുവരാൻ പറയും. അപ്പം ഞാൻ ബനാന ചിപ്സ് കൊണ്ടു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള പൾപ്പി ഗ്രേപ്പിൻ്റെ ഡ്രിങ്ക് ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യും. ഇവർക്ക് ഫ്രീ ആയിട്ട് നമ്മളെ വക നമ്മളെ സ്നേഹത്തിനുള്ളത് കൊടുക്കും. ശരിക്കും ബനാന ചിപ്സ് ഇവർക്ക് ഓൾറെഡി പലതവണ ഇവർ കണ്ട് പരിചയമായ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ടീമിലുള്ള തമിഴ്നാട്ടിലുള്ളവർക്ക്, ആന്ധ്രയിലുള്ളവർക്ക്, തെലുങ്കാനയിലുള്ളവർക്ക് ഇവർക്കൊക്കെ ഈ ഡ്രിങ്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കണ്ണിൽ. ഇവരെ കണ്ണിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ശരിക്കും ആ സർപ്രൈസിങ്. കാരണം ഇതൊരു പുതിയ പ്രൊഡക്റ്റ് അല്ല, മീൻസ് പുതിയൊരു ടേസ്റ്റ് അല്ല. അങ്ങനെ പറഞ്ഞാൽ പഴയ കണ്ട് പരിചയപ്പെട്ട ഒരു രുചി. മുന്തിരി ഇപ്പം എല്ലാവർക്കും അറിയാലോ, മുന്തിരി തന്നെയാണ്. എത്ര കാലങ്ങൾ മാറ്റം വന്നാലും മുന്തിരി തന്നെയാണ്. ഈ രുചി പുതിയൊരു പ്രസൻറ്റേഷനിൽ കിട്ടുമ്പോൾ ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സ്കിന്ന് റിമൂവ് ചെയ്ത്, സീഡ് റിമൂവ് ചെയ്ത്, മുന്തിരിൻ്റെ പൾപ്പുള്ള മുന്തിരിൻ്റെ ജ്യൂസ്, ഇത് ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടെ ആയിരുന്നു ഇത്. കാരണം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രിങ്ക് നമ്മൾ ചെന്നൈയിലെത്തിയപ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയി. ശരിക്കും അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത്, ഇങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള വർക്കുകൾ തുടങ്ങുന്നതും. മനസ്സിലാദ്യം ഉണ്ടായിരുന്നു ഇങ്ങനൊരു ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ, പഠിച്ച സമയത്തും വർക്ക് ചെയ്ത സമയത്തൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഒരു ഫുഡ് ബിസിനസ്ക്ക് ഇറങ്ങണം എന്നുള്ളത്. അതെ, ഫുഡിന് ശരിക്കും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ വേറൊരു സൈഡ് കാണുന്നത് ഇതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഭയങ്കര കുറവാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാറിയാലും കാലം മാറിയാലും രുചി തന്നെ ആയിരിക്കും. ഇപ്പം പ്രാന്തൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ സങ്കല്പിക്കുക. നമ്മൾ ഒരു പൃഥ്വിരാജ് അല്ലെങ്കിൽ നജീബ് മരുഭൂമി അകപ്പെട്ട പോലെ ഒരു 100 കൊല്ലം മുന്നേ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ആൾ തിരിച്ചു വരികയാണ്. 100 വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണ്. ഇയാളെ സംബന്ധിച്ച് സൊസൈറ്റി, കൾച്ചർ, ഡ്രസ്സ്, ഫാഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അയാളെ നൈബറിങ് ആയിട്ടുള്ള എല്ലാം മാറ്റം ഉണ്ടാവും. പക്ഷേ കൊക്കക്കോള തന്നെയാണ് അയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അയാൾ രുചിച്ച അതേ രുചിയെ ഇയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളത് പറയുന്നത്. ടെക്നിക്കലി ആണ് പേര്, പക്ഷേ എന്നാലും സിംപ്ലി മനസ്സിലാവുന്ന രീതിയിൽ 100 കൊല്ലം മുമ്പുള്ള അതേ മക്ഡൊണാൾഡ് തന്നെ ആയിരിക്കും ഒരു പരിധി വരെ ഇന്നും ഉണ്ടാവുക. ചെറിയ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവും എങ്കിലും മാത്രമല്ല ടെക്നോളജിയൊക്കെ വരുന്നത്, ടെക്നോളജിയിലേക്കുള്ള ചേഞ്ച് ഇവർക്ക് ബിസിനസ്സിലേക്ക് ഹെൽപ്പാണ് ചെയ്യുക.
പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇമോഷണൽ കണക്ഷൻ എപ്പോഴും ഭക്ഷണത്തോട് നമുക്ക് കൊടുക്കുന്നതിൽ, ഒരാൾ കഴിക്കുന്നതിലൊക്കെ ഉള്ള ഒരു സന്തോഷങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഇങ്ങനെയാണ് ഫുഡ് ബിസിനസ്ക്ക് എത്തുന്നത്. പഠിച്ചതൊക്കെ ചെന്നൈയിലായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു മാസ്റ്റേഴ്സ് കഴിഞ്ഞത്. ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഫൈനാൻസിലായിരുന്നു മാസ്റ്റേഴ്സ് കഴിഞ്ഞതും, അതേപോലെ തന്നെ ഫൈനാൻസിലായിരുന്നു വർക്കും ചെയ്തത്. പിന്നീടാണ് ഇങ്ങനൊരു ഉദ്യമത്തേക്ക് എത്തുന്നത്. ഇതിനൊരു തറോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേണമല്ലോ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എങ്ങനെ സെല്ല് ചെയ്യും, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്തിക്കണം, അതിനൊരു സ്റ്റഡി വേണം. അതിപ്പോൾ BM.Com അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു സമയം കിട്ടും. അപ്പം ആ ഒരു എങ്ങനെയായിരുന്നു സ്റ്റഡീസ് എങ്ങനെയായിരുന്നു നടന്നത് ഈ മാർക്കറ്റിനെ പറ്റിയുള്ള? ശരിക്ക് നാച്ചുറൽ ഫ്രൂട്ട് ഡ്രിങ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് എംപ്യൂർ. എംപ്യൂർ ഇല്ലാത്ത മാർക്കറ്റിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചെന്നൈ എന്ന മാർക്കറ്റിൽ ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട് പ്രസൻസ് ഉള്ള ഫ്രൂട്ട് ഡ്രിങ്കുകൾ എടുക്കുമ്പം ഇതൊരു എലൈറ്റ് ക്ലാസ്സിന് മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള, എലൈറ്റ് ക്ലാസ്സിന് മാത്രം റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് പ്രസൻസ് അടങ്ങിയ ഫ്രൂട്ട് ഡ്രിങ്കുകൾ ആ ഒരു എലൈറ്റ് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിന് ശരിക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ള ഒരു ഫ്രൂട്ട് ഡ്രിങ്കിനെ ആവണം എത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ റിസർച്ചിൻ്റെ ബേസ്. എന്നിട്ട് പിന്നെ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റുകളിലും ജനറൽ സ്റ്റോറുകളിലും ഒക്കെ കയറി അവിടുത്തെ റെഫ്രിജറേറ്ററുകളും അവിടുത്തെ കച്ചവടക്കാരോടൊക്കെ സംസാരിച്ച് പഠിച്ച് അവർക്ക് സാമ്പിളിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമായിരുന്നു ഞാനൊരു പാർട്ട്ണറെ, അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിൽ ഈ ബിസിനസ് ചെയ്യാൻ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടായാൽ നന്നാവും എന്നുള്ള രീതിയിൽ 2 സുഹൃത്തുക്കളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ബിസിനസ്സിൻ്റെ ഇവോൾവ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും ഓരോരുത്തരായിട്ട് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. ഇങ്ങനെയായിരുന്നു ചെന്നൈയിൽ ഒരു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ കൺസ്യൂമർ പാക്ക് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട്, ചെറിയ 20 രൂപക്കും 30 രൂപക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആക്കി എടുക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് റെസ്റ്റോറൻറ്റ് പാക്കുകളായിരുന്നു. അത് 2.5 ലിറ്റർ പൗച്ചാണ്. ഇതിൽ നിന്ന് റെസ്റ്റോറൻറ്റുകൾ സെർവ് ചെയ്ത് തണുപ്പിച്ച് സെർവ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് സെഗ്മെൻറ്റിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൺസ്യൂമർ ഡിമാൻഡ് ശരിക്കും അപ്പം ജനറേറ്റ് ചെയ്തു വന്നു. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഈ പാക്ക് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് കുടിക്കാൻ പറ്റുന്ന ചെറിയ പാക്ക് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെന്നൈനെ പിടിച്ചു കുലുക്കിയ വലിയൊരു സംഭവം ഉണ്ടായി. അതേ സമയത്ത് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ലോക്ക്ഡൗൺ ആയിരുന്നു. ചെന്നൈയിലായിരുന്നു ആദ്യം ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല ഏറ്റവും സിവിയറായിട്ട് ഫസ്റ്റത്തെ ലോക്ക്ഡൗൺ ബാധിച്ചതും ചെന്നൈനെ ആയിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാർച്ച് 15 ലോഞ്ച് ചെയ്യേണ്ടിയിരുന്നത് ഒരു മാർച്ച് 11 തന്നെ ചെന്നൈ നഗരം ഒറ്റ ദിവസം 6 ലക്ഷത്തോളം പേരെ കാലിയാക്കി. ഇഫ് ഐ എം ഡേറ്റ് റോങ് അല്ല എന്നുണ്ടെങ്കിൽ 6 ലക്ഷത്തോളം എക്സ്പാറ്റ്സ് ചെന്നൈ വിട്ടു. ഇന്ത്യ കണ്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നഗരം കാലിയാവലായിരിക്കും ഒരുപക്ഷെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ 4 പേര്, എംപ്യൂർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 പേര്, സ്റ്റാഫ് അടക്കം ഉള്ള 4 പേര് ഒരു കുഞ്ഞു നാനോ കാറിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. ഏത് സ്റ്റേജിൽ? 3-4 ദിവസം കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ആവും എന്നുള്ള സ്റ്റേജിലായിരുന്നു അത്. പക്ഷേ വന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാളെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ ആ കല്യാണം കൂടുതൽ നിർബന്ധമായോണ്ടായിരുന്നു വന്നത്. പക്ഷെ 6 മാസത്തോളം പിന്നെ ചെന്നൈത്തെ ലോക്ക്ഡൗൺ നീണ്ടു നിന്ന് നമ്മളും നാട്ടിൽ തന്നെ തിരിച്ചു വരാൻ കഴിയാതെയായി. നാട്ടിലെ ചെറിയൊരു യൂണിറ്റ് എടുത്തു. നാട്ടിലെ ചെറിയൊരു യൂണിറ്റിൽ നിന്ന് നമ്മൾ സെയിം പ്രോസസ്സ്, സെയിം പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു. ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഇങ്ങനെയായിരുന്നു നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്ത് ലോഞ്ച് ചെയ്യിപ്പിച്ചെടുത്ത ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെയായിരുന്നു. ഇതിനെല്ലാം ഒരു ഇനിഷ്യൽ ഇൻകം ജനറേറ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ വേണമല്ലോ. അത് എത്രയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ചെന്നൈയിൽ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത ഒരു 10 ലക്ഷം രൂപേൻ്റെ താഴെയുള്ള 10 ലക്ഷം രൂപ ബജറ്റിലായിരുന്നു കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അതൊരു 25 ലക്ഷം രൂപയോളം ചെന്നൈക്ക് തന്നെ ആവശ്യമായിട്ട് വന്നു.
അതായത് നമ്മുടെ ഈ മിഷനറി അടക്കമുള്ള സാധനങ്ങൾ എക്യുപ്മെന്റ് എടുത്ത് ബ്രാൻഡ് ചെയ്യാനായിട്ട് 25 ലക്ഷം, ഏകദേശം ഒരു 25 താഴെ, 25 കുറയാത്തത് സ്റ്റേറ്റ്മെന്റ് ആക്കി പറയേണ്ടി വരില്ലേ ഇതിനെ. ഏകദേശം ഒരു 25 ലക്ഷത്തോളം രൂപയായി, ഏകദേശം ഒരു 10 ലക്ഷം രൂപയായിരുന്നു ബജറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പല കാരണങ്ങളാലും ഇത് നീണ്ടുപോയി. ഒരുപാട് ഇനീഷ്യലി വന്ന സെറ്റ് ബാക്കുകളും ഇനീഷ്യലി വന്ന ഡിസൈനുകളിലുള്ള കംപ്ലീറ്റ് മാറ്റങ്ങളൊക്കെ കാരണം മാത്രമല്ല പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് ക്യാഷ് ചിലവായി. ഇത് കാരണമൊക്കെ നമുക്കൊരു 25 ലക്ഷത്തോളം രൂപ ചെന്നൈ തന്നെ കോസ്റ്റായി. അതിനുശേഷം പിന്നീട് നാട്ടിൽ വരുമ്പം ഒരു പഴയ യൂണിറ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ, ഒരു ഫ്രൂട്ട് ഡ്രിങ്ക് പ്രോസസ്സ് ചെയ്ത ഒരു പഴയ യൂണിറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ കിട്ടി. അവിടെ വെച്ചിട്ടാണ് പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ബാക്കി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈസി ആയിരുന്നു, അങ്ങനെയും പറയാം, ഈസി ആയിരുന്നു. കാരണം കംപ്ലീറ്റ് ആയിട്ട് ചെന്നൈയിലുള്ള നമ്മുടെ യൂണിറ്റിനെ പല ഘട്ടമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ആ വർഷം തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി, ഉപഭോക്താക്കൾക്ക് എംപ്യൂർ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങി. ആ ഒരു വർഷം ഏകദേശം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 1 കോടി സെയിൽസ് ടേൺ ഓവറിലേക്ക് ആ ഒരു വർഷം തന്നെ ഇനീഷ്യലി നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇതായിരുന്നു എംപ്യൂറിൻ്റെ ആദ്യത്തെ ഒരു ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. അതായത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകുകയും അതിൽ നിന്ന് ഇത്ര ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വരികയും ചെയ്യുന്നു. എക്സാക്ട്ലി. അന്നത്തെ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ലിറ്ററലി 0 കോസ്റ്റിലാണ് ഇത്രയും നല്ലൊരു സെയിൽസ് ടേൺ ഓവർ വേർഡ് ഓഫ് മൗത്ത്, ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനൊക്കെ പല ഏജൻസികൾ വഴി ഒക്കെ ആയിട്ട് നമുക്ക് സെയിൽസ് ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ മുന്നേ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആണ് എക്സാക്ട്ലി വരുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ വർഷം ശരിക്കും വളരെ പ്ലസൻ്റായ ആദ്യത്തെ വർഷം കഴിയുന്നത്. പിന്നീട് നമുക്ക് കേരളത്തിന് പുറത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ലിറ്ററലി ഇത് കേരളത്തിന് അറിയുന്ന, കേരളത്തിന് പരിചയമായിട്ടുള്ള ഫ്രൂട്ട് ഡ്രിങ്കുകളാണ്. എന്നിരുന്നാലും നമ്മളെ പർപ്പസ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് ഡ്രിങ്കിനെ സ്കെയിൽ ചെയ്ത് ഗ്ലോബലി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ വീണ്ടും പണികൾ, നമ്മളെ സൈഡിൽ നിന്നുള്ള വർക്കുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ തുടങ്ങി. R&Dക്കും വേണ്ടിയിട്ടും ഇതിൻ്റെ പാക്കേജിങ്ങിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവ്ലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ എഫേർട്ടുകൾ ചെയ്തുകൊണ്ടേ തുടങ്ങി.